ലാൽകുമാർ, ഇപ്പോൾ എന്താണ് അവസാനത്തെ പ്രതീക്ഷ? എന്തായാലും 28-ാം തീയതി സത്യപ്രതിജ്ഞയാണ്. JDU BJP മുന്നണി മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സ്ഥാനമേൽക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഐ വിഷ് ഹിം ഓൾ ദ ബെസ്റ്റ്. അദ്ദേഹത്തിന് നല്ലത് വരട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം നല്ലത് വരാനുള്ള സാധ്യതയില്ല എങ്കിലും നല്ലത് വരട്ടെ എന്നല്ലേ നമുക്ക് ഒരാളുടെ രാഷ്ട്രീയ നീക്കത്തിൽ നമുക്ക് പറയാൻ കഴിയൂ. അദ്ദേഹം കുറേ നാളുകളായി കളിച്ചുകൊണ്ടിരിക്കുന്ന കളി ഇതാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അതുകൊണ്ട് നോക്കൂ, ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ജനങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന വാല്യൂസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ഈ മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരു പോയിന്റിൽ അവർ റിയാക്ട് ചെയ്യത്തില്ല എന്നുള്ളൊരു അനാലിസിസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒബ്സർവേഷൻ നമുക്കുണ്ടെങ്കിൽ വി ആർ റോങ്. അവർക്ക് ഉറപ്പായിട്ടും റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ പറയുന്ന ഈ അധാർമികതയുടെ കളി അത് ഒരിടത്തും എത്തിക്കാൻ പോകുന്നില്ല. അത് ഒരു ദിവസം താഴെ വീഴുക തന്നെ ചെയ്യും. അത് ആര് കളിച്ചാലും അത് താഴെ വീഴുക തന്നെ ചെയ്യും. ഇവിടെ BJPയുടെ പ്രതിനിധി കുറച്ചു മുമ്പ് പറഞ്ഞു അവർക്ക് പല സംസ്ഥാനങ്ങളിലും അധികാരം കിട്ടിയത് എങ്ങനെ മുന്നണി പൊളിച്ചു എന്നുള്ളത്. നോക്കൂ, മധ്യപ്രദേശിൽ ആർക്കായിരുന്നു അധികാരം കിട്ടിയത്? ഗോവയിൽ ആർക്കായിരുന്നു അധികാരം കിട്ടിയത്? നിങ്ങൾ ചെയ്തതിൻ്റെ മറുപടിയാണ് ഇപ്പുറത്ത് വന്നത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ മറുപടിയാണ് ഇപ്പുറത്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾ ഈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോശമാകും രാഷ്ട്രീയം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയായിരുന്നു റിപ്പോർട്ടർ ചാനലിൽ. കഴിഞ്ഞ ഇലക്ഷൻ്റെ കൗണ്ടിങ്ങിൻ്റെ സമയത്ത് ആന്ധ്രാപ്രദേശിൽ വോട്ടെണ്ണിക്കൊണ്ടിരുന്നപ്പം കോൺഗ്രസ് ജയിക്കുകയാണ്, അവരെ എന്നാലും നമ്മൾ റിസോർട്ടിലേക്ക് മാറ്റുന്നു. നിങ്ങൾ ബ്രേക്ക് ചെയ്തതാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ പണം കൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ വാങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. അതിനകത്ത് എന്ത് ധാർമ്മികതയാണ് നിങ്ങൾക്കുള്ളത്? അങ്ങനൊരു ധാർമ്മികതയെക്കുറിച്ച് നിങ്ങൾ എന്നിട്ട് ധാർമ്മികതയെക്കുറിച്ച് വളരെ വലിയ ലെക്ചർ എടുക്കുകയാണ്. എനിക്ക് ഈ പൊളിറ്റിക്കൽ മൊറാലിറ്റിയെക്കുറിച്ച് ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ പോയി നിങ്ങൾ ലെക്ചർ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഇത്രത്തോളം തിയറിറ്റിക്കൽ ഔട്ട്ലുക്കുള്ള ആൾക്കാർ വേറെ ആരുമില്ല. പക്ഷെ പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ്. അങ്ങനല്ലേ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ശരി ശ്രീ ലാൽകുമാർ, കുതിരക്കച്ചവടം എന്നുള്ള വാക്കൊക്കെ ഇപ്പോൾ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചാണക്യ തന്ത്രം എന്നാണ് അതിന് വിളിക്കുന്ന പേര്. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. നമ്മൾ ചാണകതന്ത്രം എന്ന് വിളിക്കും. ശരി, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിന്മേലൊരു തർക്കത്തിലേക്ക് പോകാനിടയില്ല. നാളെ ഉണ്ടല്ലോ, നാളെയും ഈ വിഷയം അവസാനിക്കുന്നില്ല. അവിടെ You are watching Reporter Evening Show.